عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തിയിലാകുന്നതും അതിൻ്റെ പേരിൽ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ് കടം എന്നുള്ളത്. എത്രയോ നമ്മുടെ ചെറുപ്പക്കാർ, ചെറിയ പ്രായമുള്ള 25, 30, 35 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാർ കടത്തിൻ്റെ പേരിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കടക്കാരുടെ ശല്യം സഹിക്കാൻ സാധിക്കാതെ ജീവനൊടുക്കുന്നത് ഇന്നൊരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. മാത്രമല്ല, ഇസ്ലാമികമായി നോക്കുമ്പോൾ വലിയതായിരിക്കുന്ന ഒരു മഹാപാപം കൂടിയാണ് ആത്മഹത്യ എന്നുള്ളത്. ജീവൻ എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ളതാണ്. അത് അല്ലാഹുവിൻ്റെ അമാനത്താണ്. ആ അമാനത്താകുന്ന ആ അനുഗ്രഹത്തെ തിരിച്ചെടുക്കാൻ പടച്ച റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അവകാശമില്ല, അർഹതയില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി ഇതിനൊരു പരിഹാരമെന്നോണം നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ പ്രധാനമായും കൊണ്ട് ഒരു 2 വിഷയങ്ങൾ നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടാൻ, കടം തീർന്നു കിട്ടാനും അതുവഴി മനസ്സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കൈവരിക്കാനുള്ള ഒരു 2 മാർഗങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി നബി തങ്ങളുടെ അടുക്കൽ പരാതിയുമായി വന്ന ഒരു സ്വഹാബിയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ വേണ്ടി പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു ദുആയാണ് ദുആ ഉൽ കർബ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ്. ദുആ ഉൽ കർബ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ മാറിക്കിട്ടാനുള്ള പ്രാർത്ഥന എന്നാണ് ദുആ ഉൽ കർബ്. അതുകൊണ്ട് എന്ത് പ്രയാസമാണെങ്കിലും, മക്കളെ കെട്ടിക്കാനുള്ളതാണെങ്കിലും, ബിസിനസ് തകർന്നതാണെങ്കിലും, ഗൾഫിലുള്ള ഭർത്താക്കന്മാർക്കുള്ള ജോലി നഷ്ടപ്പെട്ടതാണെങ്കിലും, ജോലി ഇല്ലാത്തതാണെങ്കിലും, അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആരാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിസ്സംശയം, ഒരു ഡൗട്ടുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ തന്നെ അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കാരണം ഈ പ്രാർത്ഥനയുടെ പേര് തന്നെ ദുആ ഉൽ കർബ് എന്ന. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഈ ദുആ ഒരാൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചെറിയ ദുആയാണ്, എല്ലാവർക്കും അത് പഠിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഒരു പ്രാർത്ഥന തീർച്ചയായും നമ്മുടെ എന്ത് പ്രയാസങ്ങളാണെങ്കിലും വിശ്വാസത്തോടു കൂടി ഉറച്ചതായിരിക്കുന്ന പിന്നെ മനക്കരുത്തോടു കൂടി നല്ല നിലക്കുള്ള വിശ്വാസം അർപ്പിച്ചും കൊണ്ട് ഇത് നാം പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിതിൻ്റെ ഫലം കണ്ടേ മതിയാകും. തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും,
കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ്റെ കടങ്ങൾ തീർച്ചയായും അല്ലാഹു തആല ഈ ദുആ ഫലമായി നമുക്ക് വീട്ടിത്തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ഉമ്മപെങ്ങന്മാർ, എൻ്റെ സഹോദരന്മാർ എല്ലാവരും ഈ ദുആ മുറുകെ പിടിക്കുക, പതിവാക്കുക. വളരെ എളുപ്പമുള്ള ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് എൻ്റെ സ്വന്തം അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും മോചനം കിട്ടിയ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല ഈ ദുആ പഠിപ്പിച്ചു കൊടുത്ത് ഇത് പതിവാക്കിയപ്പോൾ ആ സ്വഹാബി വര്യൻ്റെ പ്രയാസങ്ങൾ തീർന്നതായി അദ്ദേഹം പിന്നീട് വന്ന നബി തങ്ങളോട് കാര്യം പറഞ്ഞതായും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി അദ്ദേഹം കടത്തിൻ്റെ കാര്യങ്ങളുമായി ഒരുപാട് കടമുണ്ട് നബിയെ, പ്രയാസമുണ്ട് നബിയെ, കടങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്താ? നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ വീട്ടിൽ ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു സലാം പറയുക, അസ്സലാമു അലൈക്കും എന്ന് പറയുക. ഇനി ഒരാളുമില്ല, കാലിയായ വീടാണ്, നിങ്ങൾ തന്നെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, എന്നാൽ അവിടെ നിങ്ങൾ സ്വന്തത്തിലേക്കൊരു സലാം പറയുക. സ്വന്തത്തിലേക്ക് സലാം പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന സലാമ. അത് സ്വന്തത്തിലേക്കുള്ള സലാമാണ്. അതുപോലെ വീട്ടിൽ ജനങ്ങളില്ലെങ്കിലും അവിടെ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളാകുന്ന ഇബാദുകൾ, മലക്കുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെയൊക്കെ കരുതിയും കൊണ്ട് ഈ സലാം പറയുക. ഇത് നാം പതിവാക്കുക. എന്നിട്ട് ഈ സലാം പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നാം പതിവാക്കുക. എന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് കയറുമ്പോൾ ഈ സലാം പറഞ്ഞും കൊണ്ട് ഒരു ഇഖ്ലാസ് നാം പതിവാക്കുക. അങ്ങനെ പതിവാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം റൂഢിയാക്കി നിത്യമാക്കി കൊണ്ടുവരികയാണെങ്കിൽ പതിയെ പതിയെ നമ്മുടെ കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്നതാണ്. അങ്ങനെ ആ സ്വഹാബി നബി തങ്ങൾ പറഞ്ഞതുപോലെ ഇത് പതിവാക്കിയപ്പോൾ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹം തന്നെ നബി തങ്ങളെ ഹദ്റത്തിൽ വന്നും കൊണ്ട് പറഞ്ഞു, നബിയേ, എൻ്റെ കടങ്ങളൊക്കെ മാറിക്കിട്ടി നബിയെ, എൻ്റെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടി നബിയെ, ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷവാനാണ്, വളരെയേറെ സംതൃപ്തിയാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതെല്ലാവർക്കും ഇത് പതിവാക്കാൻ പറ്റിയ വളരെ ചെറിയതായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ചെറിയ ഒരു ദ്വായാണ്, ചെറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് കടം ബാക്കി വെച്ച് നാം ആരും മരിച്ചു പോകരുത്. കടത്തിൻ്റെ ഗൗരവം നമുക്കറിയാം. ചെറിയ ഒരു കടം, ചെറിയ ഒരു ദിർഹം പോലും ബാക്കിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും നബി തങ്ങൾ മടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കടത്തിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹക്കടപാടുകൾ അതൊരിക്കലും നമുക്ക്, അള്ളാഹുവിന് എത്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. തൗബ ചെയ്താൽ പൂർണ്ണമായി നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. എന്നാൽ മനുഷ്യൻ്റെ ഹക്കടപാടുകളാകുന്ന കടം പോലെയുള്ളവ അത് വീട്ടാതെ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ നമുക്ക് പരലോകത്ത് രക്ഷയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പരിഹാരമാണ് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവരും ഇത് പതിവാക്കുക. ഇതല്ലാതെ ആത്മഹത്യ പോലെയുള്ള അള്ളാഹു വിരോധിച്ചതായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് പോകലല്ല നമ്മുടെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ? അവൻ്റെ ജീവൻ അവസാനിച്ചെന്ന് മാത്രമല്ല, അവൻ്റെ കടങ്ങൾ അങ്ങനെ തന്നെ ബാക്കിയായും കൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. അള്ളാഹു നമ്മളെയെല്ലാം ഇത്തരം കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകിക്കൊണ്ട് നമുക്ക് അള്ളാഹു സന്തോഷകരമായ ജീവിതവും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.